നമസ്കാരം. ഞാൻ ഇളവരശി പി ജയകാന്ത്. ഇവിടെ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഞാൻ പ്രോപ്പർ തമിഴ്നാട്ടുകാരിയാണ്. മധുരൈ ഉസിലമ്പട്ടിയാണ് എൻ്റെ നാട്. ജന്മന എൻ്റെ വീട്ടിൽ അരിമുറുക്കൊക്കെ ഉണ്ടാക്കി എൻ്റെ അച്ഛൻ കൊട്ടയിലൊക്കെ ചുമന്ന് നടന്ന് വിൽക്കുന്നത് കണ്ടിട്ടും അതുപോലെ തന്നെ അച്ഛനെ സഹായിച്ചിട്ടും എന്താ പറയുക, ഞങ്ങളെല്ലാവരും മക്കൾ 7 പേരാണ്. 7 പേരും അച്ഛൻ്റെ സഹായ കമ്മിറ്റിയിലുള്ളവരാണ്. അങ്ങനെ 18 വയസ്സായപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും അദ്ദേഹത്തിനും എനിക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മുറുക്കൊക്കെ ഉണ്ടാക്കി നമ്മളിവിടെ തൃശ്ശൂർ അടുത്തുള്ള കടകളിലും അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് ബിഗ് ബസാർ, മാർജിൻ ഫ്രീ അങ്ങനെയുള്ള ഓരോ കടകളിലേക്കും കൂടുതൽ ബിസിനസ് വ്യാപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 5-6 വർഷം കൊണ്ട് ഞാനൊരു ബിസിനസ്സുകാരിയായി. അതുപോലെ കേരളത്തിലെ ഏറ്റവും നല്ല സംരംഭയൊക്കെ ആയി തുടങ്ങി. അങ്ങനെ DIC ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നൊക്കെ ഒരു നല്ല പഠനമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബിസിനസ്സിനെ വളർത്തി തൃശ്ശൂരിന് പുറത്തൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഞാൻ എന്നും കാണുന്നത് എന്താ പറയുക, നമ്മുടെ അവിടുത്തെ സിറ്റി സെൻറ്ററും ബിഗ് ബസാറും അതുപോലെയുള്ള മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കണ്ടതിൻ്റെ ഭാഗമായിട്ട് അടുത്തിനി എന്ത് ചെയ്യാം. അപ്പോഴേക്കും ഒരു കാറായി, വീടായി, 2ാമത്തെ വീടായി. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഇടണമെന്നുള്ള ഒരു ആഗ്രഹം എന്നിൽ വന്നു. അങ്ങനെ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ടു. സൂപ്പർ മാർക്കറ്റ് ഇട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കടകളിലൊന്നും കിട്ടാത്ത മോഡലിലുള്ള, അതുപോലെ തന്നെ എന്താ പറയുക, അപ്പോഴും എൻ്റെ തലയിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് മുറുക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ഞങ്ങളുടെ ബേക്കറി പ്രോഡക്റ്റുകൾ, ഒരു ഭാഗത്ത് കേക്ക്, പപ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെയുള്ളത് ഉണ്ടാക്കുന്ന രീതിയിലുള്ളത്. ഫ്രണ്ടിൽ ഞാൻ തമിഴ്നാട്ടുകാരി ആയതുകൊണ്ട് അതിൻ്റെ മോഡൽ, അതായത് ഉഴുന്നുവട, പരിപ്പ് വട, ബജ്ജി, ചെറിയ ചമ്മന്തി, ഇലയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കൊടുക്കുന്ന മോഡലിലൊക്കെ ആയിട്ട് ഒരു നല്ലൊരു സൂപ്പർ മാർക്കറ്റായി. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ വ്യവസായ കേന്ദ്രം 2011 കേരളത്തിലെ ഏറ്റവും നല്ല സംരംഭകയായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പറന്ന് നടക്കുകയാണ് ബിസിനസ്സിൽ ഹൈ ലെവലിൽ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന് എൻ്റെ ഒരു ഒമിനി കാറും അതിൽ നിറച്ച് ഈ പലഹാരങ്ങളൊക്കെ ഉള്ള ഇതോട് കൂടിയിട്ട് കാണാണ്ടാവണം. അങ്ങനെ അത് കഴിഞ്ഞ് അതിനെ പറ്റി ചുറ്റിപ്പറ്റി കുറച്ച് ദിവസം നടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 73 പവൻ സ്വർണം കളവ് പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ സൂപ്പർ മാർക്കറ്റ് കുത്തി തുറന്നു. പിന്നെ ഒരു 10 ചാക്ക് മിച്ചർ, അങ്ങനെ ഒരു 8 കളവുകൾ എന്നെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അങ്ങനെ ഈ കളവ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർ പറയും എന്നോട് അങ്ങോട്ട് പോയോ, അവിടെ നിൻ്റെ കാറ് കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എൻജിൻ നമ്പറും ചേസിസ് നമ്പറും വരെ എനിക്കറിയാം. സത്യത്തിൽ എനിക്കൊരു ഫോൺ നമ്പർ പോലും ഓർമ്മയില്ലാത്ത ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വാങ്ങിയ കാറിനോടുള്ള ഒരു ഇതുകൊണ്ട് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോ കട എന്താ പറയുക, ഇടുക്കിയിൽ കിടക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ കുറേ പോലീസുകാരെയും വിളിച്ച് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി ആ സ്ഥലമൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ ഭയങ്കര എനർജറ്റിക് ലെവലിലായിരിക്കും ഞാൻ പോവുക. തിരിച്ച് വരുമ്പോൾ ഒരു ബലൂണിൽ നിന്ന് കാറ്റ് പോകണ പോലെ ആയിരിക്കും തിരിച്ച് വരിക. അങ്ങനെ 2-3 വട്ടം 3 കളവുകൾ, 4 കളവുകൾ, 5 കളവുകൾ ഇങ്ങനെ ആയി തുടങ്ങിയപ്പോൾ ഞാൻ അറിയാതെ എപ്പോഴൊക്കെയോ ഞാൻ വയ്യാണ്ടായി തുടങ്ങി. അതായത് ഹോസ്പിറ്റലൈസ് ചെയ്തു. ഒരു 6 മാസത്തോളം കിടപ്പായി. അതായത് ഈ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ, അതുപോലെ തന്നെ സ്റ്റാഫുകളോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ, അതുപോലെ സ്റ്റോക്ക് ഇറക്കുന്നതും അതിൻ്റെ ഐഡിയാസ് ഉണ്ടാക്കുന്നതും അങ്ങനെ പല കാര്യങ്ങളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർപ്രണർ ഒരു 1 മാൻ ഷോ കളിക്കലായിരുന്നു സത്യത്തിൽ ഞാൻ അന്ന് ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ ബിസിനസ്സിൽ ഞാൻ തന്നെ എല്ലാം ഞാൻ തന്നെ എന്നുള്ള രീതിയിൽ മാനേജർമാരുണ്ട്, സൂപ്പർവൈസർമാരുണ്ട്, കടക്കാരുണ്ട്. എന്നാൽ പോലും അതിലൊരു ചിന്തയാണ്. അങ്ങനെ ആയി ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്ത് കിടപ്പായി. അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും, അതായത് എന്താ പറയുക, കുഴപ്പമില്ല, നമ്മൾ ശരിയാവും എന്നുള്ളൊരു ചിന്തയിൽ തിരിച്ചു വരുന്ന സമയത്തേക്കുള്ളിൽ എൻ്റെ കടങ്ങളുടെ ബാധ്യത, അപ്പോഴേക്കും ഞാൻ വാങ്ങിയ 2 വീടിൻ്റെ ആധാരങ്ങൾ, അതുപോലെ തന്നെ എല്ലാം പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ എൻ്റെ സൂപ്പർ മാർക്കറ്റിനുള്ള പൈസ കണ്ടുപിടിച്ചത്. അങ്ങനെ ഈ വീടിൻ്റെ ആധാരങ്ങളൊക്കെ ജപ്തിയുടെ ലെവലിലായി. സൂപ്പർ മാർക്കറ്റിൽ കറക്റ്റ് സ്റ്റോക്ക് വയ്ക്കാത്തതിൻ്റെ പേരിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ സെയിൽ എന്ന് പറയുന്നത് ഒരു ദിവസം 1.5 ലക്ഷം രൂപയ്ക്കാണ്. ആ സെയില് പിന്നെ ഇങ്ങനത്തെ സെയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇതുണ്ടല്ലോ, അതായത് ഞാൻ 0 to തുടങ്ങിയാൽ പോലും അത്രയും ലെവലിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഒരു ഭയങ്കര എനർജറ്റിക്കിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ബിസിനസ്സിൽ തിരിച്ച് വന്ന് നോക്കുന്ന സമയത്ത് ആ ഇതുണ്ടല്ലോ, അതായത് ഞാൻ ചെയ്തിരുന്ന ബിസിനസ് 0 ലെവലിലേക്ക് ആയിന്ന് ഞാൻ മനസ്സിലാക്കാൻ തന്നെ കുറച്ച് കാലമെടുത്തു. ഞാൻ തിരിച്ച് വന്ന് നോക്കുമ്പോൾ എൻ്റെ കടയിൽ 1.5 ലക്ഷം പോയിട്ട് 30,000 ആയി തുടങ്ങി. അങ്ങനെ പല കാര്യങ്ങൾ, സ്റ്റോക്കുകൾ കറക്റ്റായിട്ട് വെക്കാണ്ടായപ്പോൾ പല സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും
എൻ്റെ പ്രൊഡക്റ്റ് റിജക്റ്റ് ചെയ്യപ്പെട്ടു. അതായത് ഇന്ന് കറക്റ്റ് ടൈമിന് കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പല കാരണങ്ങളാൽ നിൽക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഇവിടുന്ന് മേടിച്ച് അവിടേക്ക് കൊടുക്കുക, അവിടെ നിന്ന് മേടിച്ച് ഇവിടേക്ക് കൊടുക്കുക, സാധനങ്ങൾ സ്റ്റോക്ക് എടുക്കുക, അങ്ങനെ പല കാര്യങ്ങൾ. അങ്ങനെ പിടിച്ചിക്കാൻ പറ്റാണ്ടായപ്പോൾ സൂപ്പർ മാർക്കറ്റും പൂട്ടേണ്ടതായിട്ട് വന്നു. സൂപ്പർ മാർക്കറ്റ് പൂട്ടി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എൻ്റെ കടത്തിൻ്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത്. അതായത് ഈ കടയിൽ കുറേ ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ടർമാരൊക്കെ ഞാൻ പ്രത്യേകിച്ച് പെണ്ണായതിൻ്റെ പേരിലും അതുപോലെ തന്നെ എന്താ പറയുക തമിഴ്നാട്ടുകാരിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് എങ്ങാനും നാട് വിട്ടാലോ അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്താലോ അങ്ങനെയുള്ള പല 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 കമൻസുകളും കേട്ടു തുടങ്ങി. വീട്ടിൽ ഈ ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ വേറെ ഒരാളെ കണക്ട് ചെയ്യണം. അപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് സംസാരിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആൾ ഒരുമിച്ച് വന്നിട്ടായിരിക്കും നമ്മളെ ഭയങ്കര ഹരാസ് ചെയ്യണ പോലെയാണ് സംസാരിക്കുക. അപ്പോൾ ഒരാളോട് സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാം. 10 ആൾ ഒരുമിച്ച് വന്നാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ഫോണുകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യും, സംസാരിക്കും, ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്നും പറയും. പക്ഷേ ഇതൊന്നും കാണാത്ത എൻ്റെ 2 മക്കൾ അതുപോലെ തന്നെ ഹസ്ബൻഡ് അവരൊക്കെ എന്താണെന്ന് വെച്ചെങ്കിൽ അവരുടെ മനസ്സിൽ പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു പേടി പോലെ, അതുപോലെ ഇവരോട് എങ്ങനെ സംസാരിക്കും, ഇവനി എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മകൻ്റെ കണ്ണാണ് എൻ്റെ പ്രചോദനം എന്ന് പറയണ പോലെ. അവനിങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ പുക വരണ പോലെ ഒരു ഫീലിങ്സ് ഉണ്ട്. ആ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ദൈവമേ എന്നുള്ള ഒരു അമ്മ എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അറിയാണ്ട് ഇങ്ങനെ കുടൽ പൊളിയണ പോലെ ഒരു വേദനയോട് കൂടിയിട്ട് വരും. അപ്പോൾ ഇവരൊന്നും കാണാത്തിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ 4 ആൾ കാണുന്ന ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കണം. ഇവരോട് എന്ത് പറഞ്ഞാലും ഇവർക്ക് വിശ്വാസമാവില്ല. ഞാൻ നാട് വിട്ട് പോയില്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഈ മണ്ണുത്തി ബൈപ്പാസിൽ ഒരു തട്ടുകട ഇട്ടിട്ട് രണ്ടാമത്, അതായത് ഈ സൂപ്പർ മാർക്കറ്റും ഈ ബിഗ് ബസാറിൽ സപ്ലൈയും ഇതെല്ലാം ഞാൻ ഈ തൃശ്ശൂരിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഒരേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഈ മണ്ണുത്തി ബൈപ്പാസിൽ തട്ടുകടയാണ്. കുറേ ആൾക്കാർ ഈ ഡിസ്ട്രിബ്യൂട്ടർമാരൊക്കെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പറയും, ഞങ്ങൾ അന്നേ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത്രയ്ക്കൊക്കെ പോവുള്ളൂ എന്നൊക്കെ, ഇത് ഞങ്ങൾ അന്ന് പ്രതീക്ഷിച്ചുള്ളതാണ്. ചിലർ പറയും മാഡം നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കണ്ട, നിങ്ങൾ തരാനുള്ളത് നിങ്ങൾ പതുക്കെ തന്നാൽ മതി, എന്നായാലും നിങ്ങൾ തിരിച്ചരുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു മനുഷ്യന്മാരെ കാണാനായിട്ട് ദൈവമായിട്ട് ഒരുക്കി തന്ന ഏറ്റവും എൻ്റെ ജീവിതത്തിലെ നല്ലൊരു സമയമാണത്. അങ്ങനെ തന്നു. അപ്പോഴേക്കും നമ്മൾക്ക് ഈ ബിസിനസ്സൊക്കെ ചെയ്ത് കണ്ടു പഠിച്ചതിൻ്റെ ഭാഗമായിട്ടും കുറച്ച് എന്താ പറയുക എങ്ങനെയാണ് ഇത് ചെയ്യാമെന്നും ആരൊക്കെ കാണണമെന്നും എങ്ങനെയാണ് ഒരു കട എടുക്കേണ്ടതെന്നും ഒരു ഔട്ട്ലെറ്റിൽ വേണ്ട എന്തൊക്കെ ഫീച്ചേഴ്സ് വേണമെന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ വെച്ചിട്ട് ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയിട്ട് എൻ്റെ കയ്യിൽ അഡ്വാൻസ് ഒന്നുമില്ല, എനിക്ക് പൈസ ഈ കട വാടകയ്ക്ക് തരാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് സാർ പറയണ വാടക ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് കറണ്ടും വെള്ളം വെളിച്ചമൊന്നും ഇല്ലാത്തൊരു കട ഞാൻ വാടകയ്ക്ക് എടുക്കുകയാണ്. അങ്ങനെ ബിസിനസ് ഗ്രാജുവലായിട്ട് കൂടി. അപ്പം നമ്മൾ എല്ലാവരുടെയും, അതായത് നമ്മളുടെ ഏറ്റവും വലിയ ആശ്രയം എന്ന് പറയുന്നത് എൻ്റെ വടക്കുന്നാഥനാണ്. അപ്പോൾ പുലർച്ചെ 4 മണിക്ക് ഞാൻ വടക്കുന്നാഥൻ്റെ അമ്പലത്തിലേക്ക് പോകും. എന്നിട്ട് നെയ്യാട്ടമൊക്കെ കണ്ട് ഒരു 7 മണിയാവാൻ കാത്തിരിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കാനും ചീത്ത പറയാനും നിൽക്കുന്ന ആൾക്കാരെ തിരിച്ചങ്ങോട്ട് സാറേ ഞാൻ തരാം നിങ്ങൾക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അവരെ കാലത്ത് ഒരു 7 മണിയായി കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് പറയും, സാറേ ഇന്ന് സാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ ഒരു 4 മാസം 5 മാസമൊക്കെ കൊടുക്കാൻ എനിക്ക് ഇതുണ്ടെങ്കിൽ ഞാൻ പറയും സാറേ 5 മാസം കഴിഞ്ഞിട്ടേ ഞാൻ തരുള്ളൂ, ഒരു 3 മാസം ആകുമ്പോഴേക്കും ഞാൻ അവരെ നേരിട്ട് കണ്ട് കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചെങ്കിൽ അവരെന്നെ 100% വിശ്വസിച്ചിട്ടാണ് ആ പൈസ എന്നെ തന്നത്. ആ വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ അവർക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. കുറേ പേര് വിശ്വസിക്കും, കുറേ പേര് ആദ്യമൊക്കെ ചീത്ത പറയും. 2-3 അറ്റംപ്റ്റ് കഴിയുമ്പോൾ 3ാമത്തെ വട്ടം അവൾ പോവാനുള്ള ആളാണെങ്കിൽ അവൾ എന്തായാലും ഇങ്ങനെ വരില്ലല്ലോ, ആ ഒരു വിശ്വാസം വരെ കുറച്ചീശ കൊടുത്ത് അങ്ങനെയാണ് എൻ്റെ കടങ്ങളൊക്കെ ഇതായത്. അതിൻ്റെ ഇടയിൽ എൻ്റെ എല്ലാ സ്ഥലത്തും അറ്റാച്ച്മെൻറ്റായി. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെറിയൊരു മുട്ടുസൂചി മേടിച്ചാലും ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ആ ഡിസ്ട്രിബ്യൂട്ടർമാർ മുഴുവൻ ഒരു 42 അറ്റാച്ച്മെൻറ്റാണ് എൻ്റെ ഈ കുറുക്കഞ്ചേരി വീടുമുള്ളത്. അതുപോലെ മുളന്താവ് വീട്ടിൽ അതുപോലെ 18 അറ്റാച്ച്മെൻറ്റ്. ഇങ്ങനെ അറ്റാച്ച്മെൻറ്റിൻ്റെ കൂടാരാണ്. ഓരോ ദിവസം ഈ ആമിൻ വരിക എന്ന് പറയുന്നത് ഡെയിലി വരിക, അയാൾക്ക് കൊണ്ടുപോയി വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി അടയ്ക്കുക, അത് കൊണ്ടുപോയി വക്കീലിന് കൊടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ വർക്ക്. അങ്ങനെ ഈ 42 അറ്റാച്ച്മെൻറ്റും ഓരോ ഓണേഴ്സിനെയും നമ്മൾ പോയി കാണും. അതായത് 20,000 രൂപ കൊടുക്കാനുള്ള ഒരു ഓയിൽ കമ്പനിക്കാരൻ എനിക്കെതിരായിട്ട് 96,000 രൂപ പറഞ്ഞിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കണേ. അപ്പം നമ്മൾ അവരോട് സംസാരിക്കുകയാണ്, സാറേ ഒരു വിധമായി 2012 ഒരു 15 വരെയൊക്കെ എത്തി തുടങ്ങി. അപ്പം നമ്മൾ കുറച്ചൊക്കെ കുഴപ്പമില്ല, കച്ചവടമൊക്കെ വലുതായി തുടങ്ങി, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ച് ഓർഡേഴ്സൊക്കെ കൊടുത്തു തുടങ്ങിയല്ലോ. അപ്പോൾ അവരെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു,
സാറിന് സത്യസന്ധമായിട്ട് അറിയാം എനിക്ക് എത്ര തരാം, എനിക്ക് തന്ന പ്രൊഡക്റ്റ് എന്താണെന്ന്. എനിക്ക് സത്യസന്ധമായിട്ട് സാറിന് എത്ര തരാനുള്ളതെന്ന് എനിക്കും അറിയാം. നമ്മൾ രണ്ടുപേരും സാറിന് എത്ര കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 18,000 രൂപ എന്നുള്ളത് 22,000 രൂപ തരാം. ഇന്ന് നമുക്ക് ഈ ക്ലോസ് ചെയ്യാൻ പറ്റുമോ സാറിന്? ആദ്യത്തെ വട്ടം സമ്മതിക്കില്ല, അങ്ങനെ 3 വട്ടം 4 വട്ടമൊക്കെ സമ്മതിക്കില്ല. ലാസ്റ്റ് ആ 20,000 രൂപയിൽ കൊടുത്ത് ആ അറ്റാച്ച്മെൻറ്റൊക്കെ അങ്ങനെ ഓരോ അറ്റാച്ച്മെൻറ്റും വിടിച്ച് അങ്ങനെ ഇപ്പോൾ 42 അറ്റാച്ച്മെൻറ്റും വിടിയിച്ചിട്ടുണ്ട്. എൻ്റെ ആധാരം ഇത്രയുണ്ട് ഇപ്പോൾ. ഇതൊക്കെയാണ് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ബിസിനസ്സൊക്കെ ഇങ്ങനെ നന്നായി പോയി തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ നന്നായി എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. അതായത് ബിസിനസ്സിൽ ഞാൻ നല്ല രീതിയിലായി തുടങ്ങി, എല്ലാവരും എന്നെ കണ്ടു തുടങ്ങി, ഒന്ന് റെസ്പെക്റ്റൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ്, എനിക്കൊരു പേടി വരികയാണ്. ഞാൻ നന്നായി നിൽക്കുമ്പോഴാണല്ലോ ഈ കള്ളന്മാർ ദൈവമേ എന്നെ അന്വേഷിച്ച് വന്നത്. ഇപ്പം ഞാൻ നന്നായി, ഇനി ഇവർ തിരിച്ചും എന്നെ അന്വേഷിച്ച് വരുമോ എന്നൊക്കെ ഒരു ചിന്ത വരികയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെയും എനിക്ക് വയ്യാണ്ടായി തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്, ആ സമയം വരെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്സുകളും ഈ ബാധ്യത വന്ന സമയത്ത് ഒരാൾ പോലും, ബന്ധുക്കളും ഇല്ല, അതുപോലെ തന്നെ ഫ്രണ്ട്സുകളും ഇല്ല, ഡിസ്ട്രിബ്യൂട്ടർമാരും ഇല്ല, ആരുമില്ല. അപ്പോൾ നമുക്ക് വേണ്ട, ഞാൻ പല സ്ഥലങ്ങളും വിട്ടുകൊടുത്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് വേറെ ഏതെങ്കിലും ഒരു റോട്ടറി ആയാലും BNA ആയാലും ചാമ്പർ ഓഫ് കൊമേഴ്സ് ആയാലും പല കാര്യങ്ങൾ വരുമ്പോൾ സാർ എന്താ വേണ്ടത് നമുക്കത് മേടിച്ചോ, എനിക്ക് വരെ ഒഴിവുണ്ടാവില്ല എന്ന് പറയാറ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ നേരിട്ട് അങ്ങോട്ട് ചെന്ന് അറ്റാച്ച് ചെയ്യാൻ, അതായത് എന്നെ അതിൽ ചേർത്തു സാറേ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം, എനിക്ക് നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പോലെ കണ്ടമാനം ആൾക്കാരായിട്ട് ഞാൻ കണക്ഷനായി. വ്യാപാരി വ്യവസായി അങ്ങനെ ഞാൻ ഇല്ലാത്ത ഇത് ഭയങ്കര ചുരുക്കമെന്ന് പറയാം. അങ്ങനെ അത് വലുതാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും എൻ്റെ എന്താ പറയുക, എൻ്റെ അറ്റാച്ച്മെൻറ്റ് വന്നു തുടങ്ങി. അതായത് എൻ്റെ ബാങ്ക് ജപ്തി ചെയ്യാൻ വന്നു തുടങ്ങി. അതായത് ചെറിയ കടങ്ങളും അതുപോലെ തന്നെ ഇതുകളൊക്കെ എനിക്ക് വീട്ടാൻ പറ്റുള്ളൂ. എനിക്ക് എന്താ പറയുക, വലിയൊരു 5 ലക്ഷം രൂപ അടച്ചാലേ അന്ന് ജപ്തി വിട്ടുപോവുള്ളൂ. അങ്ങനെ ഒരവസ്ഥ വരെയാണ്. അങ്ങനെ എൻ്റെ വീട് ജപ്തി ചെയ്യാൻ വരികയാണ്. അതായത് തമിഴ്നാട്ടുകാരി ആയതുകൊണ്ട് ഞാൻ പൊങ്കൽ എന്ന് പറഞ്ഞൊരു സംഭവം, അന്നാണ് ഞാൻ എൻ്റെ വീട് പാല് കാച്ചണതും. അത് 2005 2015 എൻ്റെ വീട് ജപ്തി ചെയ്യാൻ പൊങ്കലിൻ്റെ അന്നാണ് വരണത്. അങ്ങനെ ഇവർ വരണ ദിവസം എനിക്ക് എവിടെ പോയിട്ടും പൈസയൊന്നും കിട്ടിയില്ല. പക്ഷെ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ട് വാങ്ങിയൊരു വീടാണ്, എൻ്റെ വീട് ജപ്തിയില്ല എന്നുള്ള ഭയങ്കര കോൺഫിഡൻസാണ്. അപ്പോൾ എൻ്റെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്നാലും പേടിയുണ്ട്, കരച്ചിലുണ്ട്, എല്ലാം ഉണ്ട്. മക്കളൊക്കെ സ്കൂളിലേക്ക് വിടാണ്ടൊക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ വീട് ജപ്തി ചെയ്യുന്ന ദിവസം വരെയാണ്. അങ്ങനെ ഞാൻ ഈ എല്ലാ ബാങ്കുകളിലും കാലത്തേറ്റം നമ്മളുടെ ഒരു ടാർഗറ്റാണ് എൻ്റെ 2 വീടിൻ്റെ ആധാരം പിടിച്ച് കൊണ്ടുപോവുക. എനിക്ക് അന്ന് എൻ്റെ ബാങ്കിൻ്റെ ലോൺ മാത്രം 1,40,00,000 ബാക്കി കൊടുക്കാനുള്ളവർ വേണ്ടതും. അപ്പോൾ ഈ ആധാരം 2ഉം കൊണ്ടുപോയിട്ട് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ഫോട്ടോസ്റ്റാറ്റാണ്. കാണിച്ചു കൊടുത്തിട്ട് പറയും എനിക്കിങ്ങനെ 1 കോടി രൂപ ലോൺ വേണം, 1 ലക്ഷം രൂപ തരാൻ പറ്റും, എനിക്ക് ഇത്രയും സെയിൽസ് ഉണ്ടെന്നൊക്കെ സംസാരിക്കും. അങ്ങനെ വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ജപ്തി ചെയ്യുന്ന ദിവസം എന്നെ ഇങ്ങനെ എന്താ പറയുക, അവിടുത്തെ പോലീസുകാർ, അതുപോലെ വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ ബാങ്കിൻ്റെ ആൾക്കാർ എല്ലാവരും എൻ്റെ വീടിന് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. മെയിൻ റോട്ടിലാണ് എൻ്റെ വീട്. ആ വീടിന് ചുറ്റും എന്ന് പറഞ്ഞ പോലെ ആൾക്കാരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറയാം. എങ്ങനെ ഇവിടെ ഇറക്കും, അതൊന്നും ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറയുന്ന പോലെ. അങ്ങനെ നിൽക്കുന്ന സമയത്തും ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊരു 5 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ അന്നത്തെ ജപ്തി എന്നെ വിട്ടുപോകും. അങ്ങനെ ഞാനൊരു ബാങ്കിലത്തെ മാനേജർക്കും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം പറ്റിയിട്ട് ആൾ 5 ലക്ഷം രൂപയും കൊണ്ടുവന്ന് എൻ്റെ ബാങ്കിൽ അടയ്ക്കുകയാണ്. അങ്ങനെ രണ്ടാമത് എൻ്റെ ബിസിനസ്സിലും എൻ്റെ ജീവിതത്തിലും ഞാൻ ജനിക്കുകയാണ് അന്നുണ്ടായത്. അത് കഴിഞ്ഞിട്ട് എന്നെ ഇത്രമാത്രം ദൈവം അനുഗ്രഹിച്ചിട്ട് ഞാൻ എത്ര പണിയെടുത്താലും മതിയാവില്ല എന്ന് പറയണ പോലെ ഞാൻ ആദ്യം ചെയ്തിരുന്നതിൻ്റെ 1000 ഇരട്ടിയൊക്കെ ഞാൻ പണിയെടുത്തിട്ടുണ്ടാവും. രാത്രിയും പകലും കട തുറക്കലും അപ്പുറത്തെ കട എടുക്കലും ആകെ തിക്കും തിരക്കും ബഹളമാണ്. അങ്ങനെ അടുത്ത കട എടുത്തു. അതിൻ്റെ അപ്പുറത്തെ എന്താ പറയുക, പുത്തമ്പള്ളിയുടെ അവിടെ ഒരു കട എടുത്തു. അങ്ങനെ കുറുക്കഞ്ചേരി കുറച്ചും കൂടി വലുതാക്കി. അങ്ങനെ ഇപ്പോൾ 6 ഔട്ട്ലെറ്റുകളോളം ഞാൻ അതിലെടുത്തിട്ടുണ്ട്. അത് 6 ഔട്ട്ലെറ്റുകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഈ ഓരോ ഇതുകളിലും ഞാൻ ചെല്ലുമ്പോൾ എന്താ പറയുക, ചക്കേനെ കുറിച്ച്, മാങ്ങേനെ കുറിച്ച്, നാളികേരത്തിനെ കുറിച്ച്, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും വാല്യൂ അഡീഷൻ പഠിക്കാൻ, അതായത് ആലപ്പുഴ KVK, പത്തനംതിട്ട KVK, തിരുവനന്തപുരം, കർണാടക, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി പഠിക്കലാണ് എൻ്റെ പണി. ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ ഒരു ശ്രീനിവാസൻ്റെ സിനിമയിലൊക്കെ പറയും, ശ്രീനിവാസന് ഒരു രോഗം വരുന്നേക്കാളും മുന്നേ വരെ
ശ്രീനിവാസൻ ആരാന്ന് അയാളുടെ ശക്തി അറിയില്ല. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് എന്തോ ഒരു ബ്ലഡ് മാറ്റിയിട്ടോ അങ്ങോട്ട് ഒരു ഇതിൽ വരുന്ന സമയത്ത് പറയും ഏത് വലിയ തീച്ചുളയിലേക്കൊക്കെ എടുത്ത് ചാടും എന്ന് പറയും. അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് വന്നതുകൊണ്ട് ഞാനും അതുപോലെ എന്താ പറയുക ഇതിൻ്റെ ഒരു 700 പേർക്ക് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ, അതായത് ചക്ക വെള്ളം വരെ ചക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ്, എന്ത് സാധനം ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയണത് പോലെയാണ് ഞാൻ എന്ത് വന്നാലും എനിക്ക് വേണ്ടി വരുന്ന പോലെയാണ് ഞാൻ ചിന്തിക്കാറ്. അങ്ങനെ ഓരോന്നും ചെയ്തു തുടങ്ങി, ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ വുമൺ എൻ്റർപ്രണറായി. ഞാൻ കേരളത്തിലെ ഏറ്റവും നല്ല സംരംഭക ആവണേൻ്റെ തലേദിവസമാണ് എൻ്റെ സൂപ്പർ മാർക്കറ്റ് കുത്തി തുറന്നത്. അതിന് പകരം ദൈവം എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല സംരംഭകയാക്കി, കേരളത്തിലെ ഏറ്റവും നല്ല സംരംഭകയാക്കി, തൃശ്ശൂരിലെ ഏറ്റവും നല്ല സംരംഭകയാക്കി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 670 അവാർഡും ഒരു ഡോക്ടറേറ്റും, അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഇതുപോലെ യൂട്യൂബിലും ടി വിയിലും ഫ്ലവേഴ്സിലും അതുപോലെ സൺ ടി വിയിൽ, വിജയ് ടി വിയിൽ, അങ്ങനെ എല്ലാത്തിലും നമ്മുടെ ഇൻ്റർവ്യൂസൊക്കെ. ഇപ്പോൾ ഇളവരശി ആരാന്ന് ഒരു 1000 പേർക്ക് അറിയാം. ഈ ഇളവരശിയുടെ കഥ എല്ലാവരും കേട്ടിട്ട് ഒരുപാട് സംരംഭകർ ഇതുപോലെ എന്താ പറയുക ബുദ്ധിമുട്ടി വരുന്നവർ, അവർക്കിതൊക്കെ ഇളവരശിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റാണ്ട് എങ്ങനെ? എത്ര പേര് എന്നെ ഡെയിലി കാണാൻ വരുന്നുണ്ടെന്നറിയോ? അതെന്നെ ദൈവം എന്നെ ജീവനോടെ വച്ചതിന് ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയാണ്. അങ്ങനെ ഒരുപാട് പേര് ഇന്ന് വരെ കണ്ടവരുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചതിനും അതുപോലെ ഇങ്ങനെ ഒരു അവസ്ഥ തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ ആക്കിയതിന് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയണത് ആ 8 കളവുകൾ നടത്തിയ കള്ളന്മാർക്കാണ്. പിന്നെ ഈ കൊറോണ വന്നൊരു സമയം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് എൻ്റെ കൊറോണ ടൈമായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഈ കൊറോണ വന്ന സമയത്ത് ഈ തൃശ്ശൂർ ടൗണിലുള്ള എല്ലാ ഷോപ്പുകളും അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അടയ്ക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കുറുക്കഞ്ചേരി ഭാഗത്ത്, അതായത് ടൗണ് വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കട തുറക്കാം അല്ലെങ്കിൽ സൈഡ് തുറക്കാം, അങ്ങനെയൊക്കെ ഒരു ഐഡിയാസ് ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കൊറോണ ടൈമിൽ ഈ എല്ലാവരും വെറുതെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പോൾ എനിക്കൊരു 1500 കസ്റ്റമറൊക്കെ ഡെയിലി ഉണ്ടാവും. ആ 1500 കസ്റ്റമർ തന്നെ നമ്മൾ ജോലി ചെയ്ത് കഴിയണില്ല എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് ഈ കൊറോണ വരുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറെ ജോലിയൊന്നും ഇല്ല എന്നുള്ള പോലെ ആ ഒരു ചെറിയ കട തുറക്കുക, വെറുതെ ഇരിക്കുക എന്നുള്ളൊരു സമയം വന്നു. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഈ ഓൺലൈൻ മാർക്കറ്റിംഗ്, ഫ്ലിപ്കാർട്ട്, ആമസോണ്, ഇപ്പോൾ urla.com എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യയിൽ, അതുപോലെ തന്നെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം എൻ്റെ പ്രൊഡക്റ്റുകൾ എങ്ങനെ കൊടുക്കാം എന്ന് പഠിപ്പിച്ചത് കൊറോണയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ പുറത്ത് കുറച്ചേശ്ശെ വന്നു തുടങ്ങിയത്. അങ്ങനെ അത് വരുന്ന സമയത്ത് ഗൾഫ് കൺട്രികളിൽ നിന്നൊക്കെ ഓരോരുത്തർ വിളിച്ചിട്ട് അവരും വെറുതെ ഇരിക്കുകയാണ്, ഞാനും വെറുതെ ഇരിക്കുകയാണ്, എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യും. അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് പറയും എനിക്ക് ഇംഗ്ലീഷൊന്നും പറയാൻ കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കായ വറുത്തത് ഇവിടെ വീഡിയോ കോൾ ഓണാക്കി വെച്ചിട്ട് ഇത് കായ വറുത്തതാണെന്ന് പറയും. എന്നിട്ട് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് പറയും ഇതിന് ഇന്ന റേറ്റാണ്, എവിടേക്ക് എത്തിക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ അഡ്രസ്സ് അയക്കാൻ പറയും. അങ്ങനെ അയച്ച് ഇന്ന് ഞാൻ 15 രാജ്യത്തേക്ക് എക്സ്പോർട്ടറാണ്. ഇപ്പോൾ ഇതിൽ വേറൊരു രസമുള്ളൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാധ്യതകളൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ മകൻ, മൂത്ത മകൻ പറഞ്ഞു അമ്മയ്ക്ക് എന്നും വക്കീലിനെ കാണാനും കോടതിയെ കയറാനല്ല സമയമുള്ളൂ. അപ്പോൾ അവൻ എന്ത് പറയുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ വക്കീലാവാം, അപ്പോൾ അമ്മയ്ക്കൊരു സഹായമാവുമല്ലോ എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കച്ചവടം ചെയ്യണം മോനെ നല്ലതാന്ന്, അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് അവൻ പറഞ്ഞ വശം നമ്മൾ ശരി നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ എന്താ പറയുക, കേരളത്തിലെ ഏറ്റവും നല്ല സംരംഭകി എറണാകുളത്ത് വെച്ച് ഒരു 1500 പെണ്ണുങ്ങൾ മാത്രമുണ്ട്. അതുപോലെ നമ്മൾ സമ്മാനം മേടിക്കുന്നവർക്ക് മാത്രം ഭർത്താവിനെയും കുട്ടീനെയും കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ പോയിട്ട് ഞങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോയി ഇരുന്നു, സംസാരിച്ചു. എന്നെ അങ്ങനെ AVയിൽ ഇങ്ങനെ കാണിക്കുകയാണ്, തമിഴ്നാട്ടിൽ നിന്നും വന്ന് മിച്ചറുണ്ടാക്കിയിട്ട് എന്നൊക്കെ അവാർഡൊക്കെ തരുന്നെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാണിച്ച വശം ഞാൻ സ്റ്റേജിലൊക്കെ പോയി അവാർഡൊക്കെ വാങ്ങി ഞാൻ വന്നിട്ട് അവാർഡൊക്കെ മേടിച്ച് വെച്ച് പിള്ളേരൊന്നും ആരും മിണ്ടണമെന്നില്ല. അത് കഴിഞ്ഞ് ഒരു അങ്കമാലിയൊക്കെ എത്താറായപ്പോൾ എൻ്റെ മൂത്ത മകൻ പറയാണ് അമ്മ ഇനി അമ്മയ്ക്ക് മുറുക്കൊക്കെ ഉണ്ടാക്കി അവാർഡൊക്കെ കിട്ടൂലേ എന്ന് പറഞ്ഞിട്ട് അവനൊരു സന്തോഷമല്ല, അവൻ ഉടനടി അവൻ എൻ്റർപ്രണറായി മാറി. ഇന്ന് അവൻ BBA കഴിഞ്ഞ് ലോജിസ്റ്റിക് കഴിഞ്ഞ് MBA എടുത്തിട്ട് ഇപ്പം എൻ്റെ കച്ചവടത്തിൽ ഓൺലൈനും ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ മൂത്ത മകനാണ്. രണ്ടാമത്തെ മകൻ ഫുഡ് ടെക്നോളജിസ്റ്റാണ്. ഹസ്ബൻഡും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി സന്തോഷകരമായ ഒരു ജീവിതമാണ് ഞാനിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.